നമസ്കാരം. ജിയോ പൊളിറ്റിക്സിൽ പതിറ്റാണ്ടുകളായി ലോകം കണ്ട് ശീലിച്ച പഴയ രീതികൾ ഇപ്പോൾ തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. അമേരിക്ക എന്ന സാമ്രാജ്യത്വത്തിന്റെ പതനത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് അമേരിക്ക പറയുന്നതിനനുസരിച്ച് മാത്രം നയങ്ങൾ രൂപീകരിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ആ അടിമത്ത മനോഭാവത്തിൽ നിന്ന് അവർ മോചിതരാകുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആഗോള ഭൂരാഷ്ട്രത്തിൽ ഇപ്പോൾ യഥാർത്ഥ ഷിഫ്റ്റ് നടക്കാൻ പോകുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അമേരിക്കയുടെ ഉപഗ്രഹ രാഷ്ട്രങ്ങൾ എന്ന പദവിയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ മാറി ചിന്തിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയാമോ? ഇതുവരെ ആരും ശ്രദ്ധിക്കാത്ത, എന്നാൽ ലോകത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു സത്യം അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ ഈ രീതിയിൽ ദിശ മാറുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ അധികാര സമവാക്യങ്ങൾ അടിമുടി മാറുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിരുന്ന അമേരിക്കയ്ക്ക് ഇനി ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഗൾഫ് രാജ്യങ്ങൾ കൈവിട്ടാൽ അമേരിക്കയുടെ ആഗോള സ്വാധീനം കുത്തനെ ഇടിയും. ഒരു വലിയ കളിക്കാരൻ കളിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് പോലെ അമേരിക്ക ഇനി ഒറ്റപ്പെടാൻ പോകുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? താഴെ കമന്റ് ചെയ്യുമല്ലോ. നിങ്ങളുടെ കമന്റുകൾ ഇതുപോലുള്ള കൂടുതൽ വിശകലനവുമായി എത്താൻ എനിക്ക് പ്രചോദനമാണ്. ഒപ്പം ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി മിഡിൽ ഈസ്റ്റിലെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് യുദ്ധം, അസ്ഥിരത, പിന്നെ എണ്ണക്കിണറുകൾ എന്നിവയാണ്. ഈ കളിയിലെല്ലാം പ്രധാനപ്പെട്ട ഒരു പ്ലെയർ അമേരിക്കയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ പണ്ടത്തെ പോലെ അമേരിക്ക പറയുന്നതും കേട്ട് എല്ലാം തലയാട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? അമേരിക്കയുടെ ഒരു ഡൗൺഫോൾ ആണോ ഇത്? പണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയുടെ പേരിൽ അമേരിക്ക ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാവൽ കാരണം ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടായ നേട്ടത്തെക്കാൾ കൂടുതൽ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അരാംകോ ആക്രമണം, കപ്പൽ പാതകളിലെ ഭീഷണിയും കണ്ടപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി: ഇനിയും അമേരിക്കയെ മാത്രം വിശ്വസിച്ചാൽ പണി പാളുമെന്ന്. ഇനി ഈ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അത് പറയുകയാണ്. ഒന്നാമത്തേത് ഇറാനുമായുള്ള സൗഹൃദമാണ്. പണ്ടൊക്കെ അമേരിക്ക പറഞ്ഞാൽ ഇറാൻ അവരുടെ വലിയ ശത്രുവായിരുന്നു. പക്ഷേ ഇപ്പോൾ ചൈനയുടെ മധ്യസ്ഥതയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ ആ പഴയ ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രം ഇവിടെ പൊളിഞ്ഞു. മറ്റൊന്ന്, ഡോളറിന് പണി വരുന്നു എന്നതാണ്. ലോകത്ത് എണ്ണ വിൽക്കണമെങ്കിൽ ഡോളർ തന്നെ വേണം എന്നായിരുന്നു നിയമം. ഇതിനെ പെട്രോ ഡോളർ എന്ന് പറയുന്നു. ഇപ്പോൾ സൗദിയും UAEയും പറയുന്നത് ഞങ്ങൾക്ക് യുവാനിലും മറ്റു കറൻസികളിലും കച്ചവടം ചെയ്യാൻ കുഴപ്പമില്ല എന്നാണ്. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശരിക്കും ഞെട്ടിക്കുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ ആയുധങ്ങൾ മാത്രം വാങ്ങിയിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും ഒപ്പമുള്ള ബ്രിക്സ് സഖ്യത്തിന്റെ ഭാഗമായി. അമേരിക്ക ഉപരോധങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനെ മറികടക്കാൻ അവർ പുതിയൊരു സാമ്പത്തിക വഴികൾ കണ്ടെത്തുകയാണ്. ലളിതമായി പറഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ലോകത്തിന്റെ അധികാര കേന്ദ്രം മാറുകയാണ്. പണ്ടത്തെ പോലെ അമേരിക്ക പറയുന്നതൊന്നും ഇനി അറബ് ലോകം കേൾക്കാൻ പോകുന്നില്ല. സ്വന്തം രാജ്യത്തിന്റെ വികസനമാണ് അവർക്ക് വലുത്. അതിനായി ആരുമായും കൈകോർക്കാൻ അവർ മടിക്കില്ല. ഈ ഒരു മാറ്റം വരും കാലങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കുമെന്നത് തീർച്ചയാണ്. ഇത് ലോകത്തിന് ഗുണമാണോ അതോ പുതിയൊരു അധികാര യുദ്ധത്തിനാണോ തുടക്കം കുറിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും.